ആ ചാപ്പ മാറിയിരിക്കുകയാണ്. ഇനി ഉജ്ജ്വലമായൊരു വിജയം പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. നജീബ് കാന്തപുരം അദ്ദേഹം 38 വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പരിഹാസം കിട്ടിയ ഒരു സംഭവമാണ്. ആ ചാപ്പ ഇത്തവണ മാറ്റിയാണ് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനെ നെഞ്ചോട് ചേർത്തു എന്നതിന്റെ തെളിവാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ഈ പെരിന്തൽമണ്ണക്കാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഉൾക്കൊണ്ടു സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന്റെ ഫലമാണ് ഇത്തവണ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചേറ്റിയത്, അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത്. അദ്ദേഹം മാത്രമല്ല, ഒരുപക്ഷെ പ്രവർത്തകർ ഉൾപ്പെടെ വലിയ ആവേശത്തിലാണ്, ആഘോഷങ്ങളിലാണ്. ഞാൻ പെരിന്തൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് ഈ വിജയം സമർപ്പിക്കുകയാണ്. കാരണം UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം, UDFന്റെ കരുത്തുറ്റ നേതൃത്വം, ആ നേതൃത്വത്തിന് കീഴിൽ അണിനിരന്ന് ജനങ്ങളുടെ ഒരു വലിയ പ്രവാഹമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉടനീളം ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ചെയ്ത ഒരു കാര്യവും വെറുതെ ആയില്ല എന്നുള്ള ഏറ്റവും വലിയ സന്തോഷമാണുള്ളത്. കാരണം നമ്മൾ ജനങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ ജനങ്ങൾ അത് നമുക്ക് തിരിച്ചു തരും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഞാൻ ഈ വിജയത്തെ കാണുകയാണ്. കാരണം 5 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിൽ ഏറ്റവും അവശത അനുഭവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും കുടുംബവും എന്നെ അംഗീകരിച്ചു എന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷവും ഇല്ല. 38 വോട്ട് പലപ്പോഴും എനിക്ക് പരിഹാസങ്ങളും പിന്നെ പലപ്പോഴും കളിയാക്കലിനൊക്കെ വിധേയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ എല്ലാ കണക്കും തീർത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ തീർച്ചയായിട്ടും. അല്ല, തീർച്ചയായിട്ടും ജനങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ ജനങ്ങൾ നമ്മളെ തിരിച്ചു സ്നേഹിക്കും. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ അത് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഉടായ്പകളൊന്നും ജനങ്ങളെടുത്ത് നടക്കില്ല. ജനങ്ങൾ നേർക്കുനേരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. അതാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവും അതാണ്. ധിക്കാരവും ധാർഷ്ട്യവും അഹംഭാവവും തൻപ്രമാണിത്വം ഒന്നും ജനങ്ങൾ വകവെക്കുന്ന കാര്യമല്ല. ജനങ്ങൾക്കൊരു ജനപ്രതിനിധി അവരുടെ കയ്യെത്തും ദൂരത്തും ഉണ്ടാകണം. ഞാൻ അവർക്കിടയിൽ 5 കൊല്ലം ജീവിച്ചതിന് അവർ തന്ന സാക്ഷ്യപത്രമായിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ്. അതെ അതെ, ആ ചാപ്പ മാറിയിരിക്കുകയാണ്. ഇനി ഉജ്ജ്വലമായൊരു വിജയം പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. അതിന് ജനങ്ങളോടാണ് നന്ദിയുള്ളത്. ആ നന്ദി വാക്കുകളിൽ ഞാൻ ഒരിക്കലും ഒതുക്കില്ല. എന്തൊക്കെയാണോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്തു കാണിക്കുന്ന 5 വർഷമായിരിക്കും ഇനി തുടരുത്. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, പല പ്രാവശ്യം ചാലട്ടനോട് പറഞ്ഞിരുന്നു, UDF നേതാക്കൾ പറഞ്ഞിരുന്നു, ടീം UDF ഈ സംസ്ഥാനത്ത് വലിയൊരു തിരിച്ചുവരവ് നടത്തും. ആ തിരിച്ചുവരവിനൊപ്പം പെരിന്തൽമണ്ണ ഉണ്ടാകുമെന്ന്. ആ വലിയ തിരിച്ചുവരവ് വലിയ ആഘോഷങ്ങളിലേക്ക് വഴിമാറുന്ന തിരിച്ചുവരവിനാണ് അദ്ദേഹം വിജയ ശ്രീലാളിതനായി അദ്ദേഹം എല്ലാവരെയും അഭിവാദ്യം ചെയ്തു പോകുന്നു. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ വീടിന് സമീപമാണ് ഇപ്പോൾ നമ്മളുള്ളത്. അദ്ദേഹം താമസിക്കുന്ന പെരിന്തൽമണ്ണയിലെ MLA ഓഫീസും വീടും എല്ലാം ഇവിടെ തന്നെയാണ്. അവിടെയാണ് നമ്മളുള്ളത്. ഇവിടെ നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനും ആ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനും എത്തിയത്. അദ്ദേഹം ഇനി നേരെ മലപ്പുറത്ത് പാണക്കാടേക്കുള്ള യാത്രയിലാണ്. ഏതായാലും അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങൾ ഒരുപക്ഷെ UDF ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന പ്രതീക്ഷ കൂടി പ്രവർത്തകർ ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. ഏതായാലും UDFന് അവകാശപ്പെട്ടതാണ് വിജയം, ടീം UDFന് അവകാശപ്പെട്ടതാണ് വിജയം. ആ വിജയത്തോടൊപ്പം ഈ പെരിന്തൽമണ്ണക്കാരും ആഘോഷത്തില്, UDF പ്രവർത്തകരെ ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ആഘോഷം നടക്കട്ടെ. ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. സ്വർണം ഒരു അമൂല്യനിധിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.